students, welcome to Simply Biology. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതേ ചാപ്റ്ററിൻ്റെ തന്നെ ആദ്യ ഭാഗങ്ങളൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർക്കായിട്ട് ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാൻ പോവാണ്. Today we deals with the chemistry of photosynthesis. ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് നടക്കുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ജീവകോശങ്ങളിൽ നടക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. ഹൗ ഡു പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഫുഡ് ആൻഡ് ഓക്സിജൻ ത്രൂ ഫോട്ടോസിന്തസിസ്? പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെ സസ്യങ്ങൾ അവർക്ക് ആവശ്യമായ ആഹാരവും അതുപോലെ തന്നെ ഓക്സിജനും എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. So the photosynthesis process in plants has two phases. They are light phase and dark phase. സസ്യങ്ങളിലെ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയ്ക്ക് രണ്ട് ഘട്ടങ്ങളുണ്ട്. ഫസ്റ്റ് വൺ പ്രകാശഘട്ടം ആൻഡ് സെക്കൻഡ് വൺ ഇരുണ്ട ഘട്ടം. Photosynthesis is occurring in specialized organelles called chloroplast. നമുക്കറിയാം, നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതുപോലെ തന്നെ സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണ പ്രക്രിയ നടക്കുന്നത് എവിടെയാണ്? ഹരിതകണങ്ങളിലാണല്ലേ. അങ്ങനെയെങ്കിൽ ഹരിതകണത്തിൻ്റെ ഏത് ഭാഗത്താണ് ഈ പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും നടക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. രണ്ടും ഒരേ ഭാഗത്ത് തന്നെ ആയിരിക്കുമോ നടക്കുന്നത്? എന്താ നിങ്ങൾക്ക് തോന്നുന്നേ? ഹരിതകണത്തിൻ്റെ ഘടന അഥവാ ക്ലോറോപ്ലാസ്റ്റ് സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. ആ സമയത്ത് നമ്മൾ പറഞ്ഞു ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റിന് രണ്ട് മെയിൻ പോർഷൻസ് ഉണ്ട്, രണ്ട് മെയിൻ പാർട്സ് ഉണ്ട്. ദേ ആർ ഗ്രാന ആൻഡ് സ്ട്രോമ. ഗ്രാനയും സ്ട്രോമയാണ് ഹരിതകണത്തിൻ്റെ രണ്ട് ഭാഗങ്ങൾ. ഇതിൽ ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ് കാണപ്പെടുന്ന ഭാഗം ഏതാണെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്? ഗ്രാനയിലാണല്ലേ. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന വർണ്ണകങ്ങൾ നമ്മൾ കാണുന്നത് ഗ്രാന എന്ന ഭാഗത്താണ്. അന്തരീക്ഷത്തിൽ നിന്ന് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിൽ ഈ വർണ്ണകങ്ങളാണ് സസ്യങ്ങളെ സഹായിക്കുന്നത്. ഗ്രാന എന്ന ഭാഗത്താണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലെ ലൈറ്റ് ഫേസ് അഥവാ പ്രകാശഘട്ടം നടക്കുന്നത്. ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകണത്തിൽ നമ്മൾ പരിചയപ്പെട്ട അടുത്ത പ്രധാന ഭാഗമാണ് സ്ട്രോമ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഡാർക്ക് ഫേസ് അഥവാ ഇരുണ്ട ഘട്ടം ഏത് ഭാഗത്തായിരിക്കും നടക്കുന്നത്? സ്ട്രോമയിലായിരിക്കും അല്ലേ. സോ the light phase occurs in grana and the dark phase takes place in stroma region of chloroplast. What happens inside the plant body if photosynthesis would take place? പ്രകാശ സംശ്ലേഷണ പ്രക്രിയ നടക്കുന്ന സമയത്ത് സസ്യകോശങ്ങളിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും നടക്കുക? How would plants can produce food and oxygen? പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെ സസ്യങ്ങൾ അവയ്ക്ക് ആവശ്യമായ ആഹാരവും ഓക്സിജനും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു. അവ എങ്ങനെയായിരിക്കും ഈ ആഹാരവും അതുപോലെ തന്നെ ഓക്സിജനെ പുറത്തേക്ക് പുറന്തള്ളാനും സാധിക്കുന്നത്? അതിന് ഈ ലൈറ്റ് ഫേസ് അഥവാ പ്രകാശഘട്ടവും ഡാർക്ക് ഫേസ് അഥവാ ഇരുണ്ട ഘട്ടത്തിലും നടക്കുന്ന പ്രക്രിയകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. സോ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ, ലൈറ്റ് ഫേസ്. ലൈറ്റ് ഫേസ് ഈസ് occurs in the grana of chloroplast. Here the light is used or it will be the light dependent stage. In light phase the water splits and the oxygen gets released and the hydrogen reaches stroma. Here the light energy is converted to chemical energy and it is stored in ATP. അപ്പോൾ ലൈറ്റ് ഫേസിൽ അഥവാ പ്രകാശഘട്ടത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്? പ്രകാശഘട്ടം എവിടെയാണ് നടക്കുന്നത്? ഹരിതകണത്തിലെ ഗ്രാന എന്ന ഭാഗത്താണ് പ്രകാശഘട്ടം നടക്കുന്നത്. ഇറ്റ് ഈസ് എ ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് ഫേസ് അഥവാ
ലൈറ്റ് ഉപയോഗിക്കുന്ന ഘട്ടമാണ് ലൈറ്റ് ഫേസ് എന്ന് പറയുന്നത്. പ്രകാശഘട്ടത്തെ നമുക്കൊരു ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് സ്റ്റേജ് എന്ന് വിളിക്കാം. അതായത് ലൈറ്റ് ഇവിടെ അഥവാ സൂര്യപ്രകാശം ഉപയോഗിക്കുന്ന ഘട്ടമാണ് പ്രകാശഘട്ടം. Here the water splits and the oxygen is released and the hydrogen reaches stroma. വാട്ടർ നമുക്കറിയാം അതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്താണ്? H2O. അങ്ങനെയെങ്കിൽ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏതൊക്കെ ആറ്റംസ് ആയിരിക്കും ഉണ്ടാവുക? ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. സോ ഓക്സിജൻ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യപ്പെടും ആൻഡ് ഹൈഡ്രജൻ ക്ലോറോപ്ലാസ്റ്റിലെ തന്നെ സ്ട്രോമയിലേക്ക് എത്തിപ്പെടുന്നു. And the light energy is converted to chemical energy and it is stored in ATP. സൂര്യപ്രകാശം രാസോർജമായിട്ട് മാറ്റപ്പെടുകയും ഈ രാസോർജത്തെ ATPകളിൽ സംഭരിക്കപ്പെടുകയും ചെയ്യുന്നു. Next is the dark phase. Here the light is not used, hence it is a light independent stage. Here the energy in ATP is used to combine hydrogen and carbon dioxide to produce glucose. ഡാർക്ക് ഫേസ് നമ്മൾക്ക് ഇരുണ്ട ഘട്ടം എന്ന് വിളിക്കാം. ഇരുണ്ട ഘട്ടത്തിൽ നമ്മൾ സൂര്യപ്രകാശത്തെ ഉപയോഗിക്കുന്നില്ല, ഹെൻസ് ഇറ്റ് ഈസ് എ ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേജ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഒരു ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേജ് ആണെന്ന് പറയാം. എനർജി ഇൻ ATP ഈസ് യൂസ്ഡ് ടു കമ്പൈൻ ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ്. നമ്മൾ പ്രകാശഘട്ടത്തിൽ സൂര്യപ്രകാശത്തെ അതായത് പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റി ATPയിൽ സംഭരിച്ചിട്ടുണ്ട്. ആ ATPയിലെ എനർജിയെ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ കമ്പൈൻ ചെയ്യാൻ ഉപയോഗിക്കുകയും അങ്ങനെ അവ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? ഗ്ലൂക്കോസാണ്. ഇതാണ് ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനം. ഇപ്പോൾ നമ്മൾ പ്രകാശഘട്ടത്തിലെയും ഇരുണ്ട ഘട്ടത്തിലെയും പ്രധാന പ്രവർത്തനങ്ങളൊക്കെ പരിചയപ്പെട്ടു. Here, can you complete this table? ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ. ഫസ്റ്റ് വൺ, ലൊക്കേഷൻ. ലൈറ്റ് ഫേസ് ഏത് ലൊക്കേഷനിലാണ് നടക്കുന്നത്? ഏത് സ്ഥാനത്താണ് ലൈറ്റ് ഫേസ് അഥവാ പ്രകാശഘട്ടം നടക്കുന്നത്? യെസ്, ഇറ്റ് ഈസ് ഓൺ ഗ്രാന. ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാന ഭാഗത്താണ് ലൈറ്റ് ഫേസ് അഥവാ പ്രകാശഘട്ടം നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഡാർക്ക് ഫേസ് ഏത് സ്ഥാനത്തായിരുന്നു നടന്നത്? സ്ട്രോമയിലാണല്ലേ? യെസ്, ലൈറ്റ് ഫേസ് ഈസ് ഒക്കേഴ്സ് ഓൺ ഗ്രാന ആൻഡ് ഡാർക്ക് ഫേസ് ഈസ് ഓൺ സ്ട്രോമ. Then, what may be the action which takes place in light phase and dark phase? പ്രകാശഘട്ടത്തിലും ഇരുണ്ട ഘട്ടത്തിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്? പ്രകാശഘട്ടത്തിൽ എന്താണ് നടക്കുന്നത്? ഇറ്റ്സ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. ജലതന്മാത്രയെ വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് ലൈറ്റ് ഫേസിൽ നടക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു പ്രവർത്തനം കൂടിയുണ്ട്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശോർജത്തെ രാസോർജമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതും ലൈറ്റ് ഫേസിൽ നടക്കുന്ന പ്രവർത്തനമാണ്. ദെൻ വാട്ട് മേ ബി ദ റിയാക്ഷൻ ഇൻ ഡാർക്ക് ഫേസ്? കമ്പൈൻ ദ ഹൈഡ്രജൻ ആറ്റം വിത്ത് കാർബൺ ഡയോക്സൈഡ് ആറ്റം ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ്. ഹൈഡ്രജൻ ആറ്റവും കാർബൺ ഡയോക്സൈഡും കൂടി ഒന്ന് ചേർന്ന് ഗ്ലൂക്കോസ് തന്മാത്ര രൂപപ്പെടുന്ന പ്രവർത്തനമാണ് ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്നത്. ദെൻ വാട്ട് മേ ബി ദ പ്രോഡക്ട്സ് ഇൻ ലൈറ്റ് ഫേസ് ആൻഡ് ഡാർക്ക് ഫേസ്? ലൈറ്റ് ഫേസിലെ ഏതെല്ലാം പ്രോഡക്ട്സ് ആണ് ഉണ്ടാകുന്നത്? ഫസ്റ്റ് വൺ, ഓക്സിജൻ. ജലതന്മാത്ര വിഘടിച്ചു കഴിയുമ്പോൾ അവിടെ ഓക്സിജനെ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. So the products in light phase is one, oxygen, and the next is ATP. That means പ്രകാശോർജത്തിൽ നിന്ന് രാസോർജം ഉൽപ്പാദിപ്പിച്ച് അത് ATPയിൽ
സംഭരിക്കപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോൾ അവിടുത്തെ ഒരു പ്രോഡക്റ്റാണ് ATPയും. അങ്ങനെയെങ്കിൽ ഡാർക്ക് ഫേസിലെ പ്രോഡക്റ്റ് എന്താണ്? യെസ്, ഇറ്റ് ഈസ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ആണ് ഇരുണ്ട ഘട്ടത്തിലെ പ്രോഡക്റ്റ്. ദെൻ ദ നെസസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റ് ഫേസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് എ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് ഫേസ്. സോ ലൈറ്റ് ഈസ് used or utilized. Then the dark phase, light is not used. പ്രകാശഘട്ടത്തിൽ സൂര്യപ്രകാശത്തെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇരുണ്ട ഘട്ടത്തിൽ പ്രകാശത്തെ ഉപയോഗിക്കപ്പെടുന്നില്ല. Then ATP. ATP is formed in the light phase and that ATP is utilized in the dark phase for combining the hydrogen and carbon dioxide. പ്രകാശഘട്ടത്തിൽ ATP രൂപപ്പെടുന്നു. ഇരുണ്ട ഘട്ടത്തിൽ ആ ATPയെ വിനിയോഗിച്ചുകൊണ്ട് ഗ്ലൂക്കോസ് തന്മാത്രയെ ഉൽപ്പാദിപ്പിക്കുന്നു. യെസ്. Can you complete this equation? Chemical reactions in photosynthesis. We know that sunlight and chlorophyll are the necessary requirements in photosynthesis process. Then what may be the other two reactants? Yes, they are first water, H2O, and carbon dioxide. നമ്മൾ ആദ്യമേ തന്നെ പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് സസ്യങ്ങൾക്ക് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ സന്തുലനം തുല്യമായി നിലനിർത്താൻ സാധിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതെന്തുകൊണ്ടാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ ഈ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിൽ സസ്യങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറഞ്ഞു നിർത്തുന്നതിന് അഥവാ അതിനെ തുല്യമായി തന്നെ നിർത്തുന്നതിന് സസ്യങ്ങൾക്ക് സാധിക്കുന്നത്. സോ ദ റിയാക്റ്റൻസ് ഇൻ ഫോട്ടോസിന്തസിസ് ആർ ഫസ്റ്റ് വാട്ടർ മോളിക്യൂൾസ് ആൻഡ് സെക്കൻഡ് carbon dioxide molecules. In presence of sunlight and also by using chlorophyll they produce two products. Which are they? Yes, they are glucose and oxygen. Yes. ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെ ജലവും കാർബൺ ഡൈ ഓക്സൈഡും സൂര്യപ്രകാശത്തിൻ്റെയും ഹരിതകത്തിൻ്റെയും സാന്നിധ്യത്തിൽ ഒന്നുചേർന്ന് ഗ്ലൂക്കോസും ഓക്സിജൻ മോളിക്യൂളും ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. Then what is ATP? നമ്മൾ കണ്ടു ലൈറ്റ് എനർജി കെമിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ATPയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടെന്ന്. Then what may be the ATP? ATP is known as the energy currency in the cell. കോശത്തിൻ്റെ ഊർജ നാണയം എന്നറിയപ്പെടുന്ന ഘടനയാണ് ATP. ATPയുടെ ഫുൾ ഫോമാണ് അതിനുശേഷം കൊടുത്തിട്ടുള്ളത് അഡെനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അഡെനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് ATPയുടെ പൂർണ്ണനാമം. Then the availability of energy must be ensured for continuous metabolic activities in the cell. ജീവകോശങ്ങളിൽ ഉപാപചയ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടക്കണമെങ്കിൽ ഊർജ ലഭ്യത ഉറപ്പാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ജീവകോശങ്ങളിൽ തുടർച്ചയായുള്ള ഊർജ കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന തന്മാത്രയാണ് ATP. So the ATP molecule is used for the continuous transfer of energy in living cells. The energy liberated during the breakdown of ATP into ADP and phosphate is used for the metabolic activities. ATP തന്മാത്ര വിഘടിച്ച് ADPയും
ഫോസ്ഫേറ്റുമായി മാറുമ്പോഴുണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചാണ് കോശങ്ങളിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. Then what is ADP? ADP is adenosine diphosphate. Di means 2 and tri means 3. So ATP has 3 phosphate molecules and ADP has 2 phosphate molecules. So the breakdown of ATP would result in an ADP molecule and a phosphate molecule. The ADP restores energy and gets converted back to ATP. ADP ഊർജം വീണ്ടും സംഭരിച്ച് ATP ആയി മാറുന്നു. ഇത്തരത്തിലുള്ള എനർജി ട്രാൻസാക്ഷൻസ് ATP നടത്തുന്നത് കൊണ്ടാണ് ATPയെ എനർജി കറൻസി ഓഫ് ദ സെൽ അഥവാ കോശത്തിൻ്റെ ഊർജ നാണയം എന്ന് വിളിക്കുന്നത്. The name of this scientist is Melvin Calvin, and he suggests or discovers the cyclic reactions occurs in dark phase. Dark phase follows the light phase. ലൈറ്റ് ഫേസിന് ശേഷം നടക്കുന്ന ഘട്ടമാണ് ഡാർക്ക് ഫേസ് അഥവാ പ്രകാശഘട്ടത്തിന് ശേഷമാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. The cyclic chemical reactions in the dark phase were discovered by the scientist Melvin Calvin. ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക രാസപ്രവർത്തനങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ. സോ ദിസ് ഫേസ് ഈസ് നോൺ ആസ് കാൽവിൻ സൈക്കിൾ. അതുകൊണ്ട് തന്നെ ഡാർക്ക് ഫേസിനെ നമ്മൾ കാൽവിൻ ചക്രം എന്നാണ് വിളിക്കുന്നത്. He was awarded the Nobel Prize in 1961 for this discovery. ഇരുണ്ട ഘട്ടത്തിലെ ഈ പ്രവർത്തനങ്ങൾ കണ്ടുപിടിച്ചതിനാണ് 1961 നൊബൽ പ്രൈസ് മെൽവിൻ കാൽവിൻ എന്ന ശാസ്ത്രജ്ഞന് ലഭിക്കുന്നത്. If glucose is what all plants prepare, then how could we get starch, protein and fat from vegetable food items? പ്രകാശ സംശ്ലേഷണത്തിലൂടെ എല്ലാ സസ്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കോസ് തന്മാത്രയാണോ? അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അന്നജവും പ്രോട്ടീനും കൊഴുപ്പും ഒക്കെ അടങ്ങിയ വെജിറ്റബിൾ ഫുഡ് ഐറ്റംസ് ലഭിക്കുക? അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. Glucose is easily soluble in water. Because of this, it cannot be stored in plant body. Plants store glucose in the form of insoluble starch in leaves. Plants utilize this starch as a source of energy for life activities and to prepare substances required for growth. Starch is later converted to sucrose and is transported through phloem to various plant parts and stored there in different forms. ഗ്ലൂക്കോസ് തന്മാത്രകൾ ജലത്തിൽ വളരെ വേഗം ലയിക്കുമെന്നതിനാൽ അവയെ സസ്യശരീരത്തിനുള്ളിൽ സംഭരിക്കുവാൻ സാധിക്കുകയില്ല. അതിനാൽ സസ്യങ്ങൾ ഗ്ലൂക്കോസ് തന്മാത്രയെ അലേയ രൂപമായ അന്നജമാക്കി മാറ്റുന്നു. ഈ അന്നജമാണ് സസ്യങ്ങൾ അവരുടെ ജീവപ്രവർത്തനങ്ങൾക്കായും വളർച്ചയ്ക്കാവശ്യമായ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിനായും ഉപയോഗപ്പെടുത്തുന്നത്. ഈ അന്നജം പിന്നീട് സുക്രോസ് രൂപത്തിലേക്ക് മാറ്റപ്പെടുകയും ഈ സുക്രോസ് ഫ്ലോയം കലകളിലൂടെ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ എത്തി വിവിധ രൂപത്തിൽ സംഭരിക്കപ്പെടുകയും ചെയ്യുന്നു. Here we can see the process of transport of glucose from one form to the other forms. By photosynthesis, plants produce glucose. They are highly soluble in water, so they become converted to starch. This starch is transported
through the phloem in the form of sucrose. Here we can see that sucrose is stored in different plant parts in different forms. In tubers, they are stored in the form of starch. കിഴങ്ങുവർഗ്ഗങ്ങളിൽ സൂക്രോസ് സംഭരിക്കപ്പെടുന്നത് അന്നജ രൂപത്തിലാണ്. In legumes, the sucrose is stored in the form of proteins. പയറുവർഗ്ഗങ്ങളിൽ പ്രോട്ടീൻ രൂപത്തിലാണ് ഗ്ലൂക്കോസ് സംഭരിക്കപ്പെടുന്നത്. In oilseeds, the glucose molecule is stored as fat. എണ്ണക്കുരുക്കളിൽ ഗ്ലൂക്കോസ് തന്മാത്രകൾ സംഭരിക്കപ്പെടുന്നത് കൊഴുപ്പ് രൂപത്തിലാണ്. In fruits, the glucose molecules are stored as fructose. പഴവർഗ്ഗങ്ങളിൽ ഫ്രക്ടോസ് രൂപത്തിലും, but in sugarcane it was stored as sucrose. കരിമ്പിൽ സൂക്രോസ് രൂപത്തിൽ തന്നെയും ഗ്ലൂക്കോസ് ശേഖരിക്കപ്പെടുന്നു. Explain the need for converting glucose to sucrose. We know that glucose is easily soluble in water, where starch is insoluble in water. Due to this reason, glucose is not stored in plant body, while starch can be stored in plant body easily. This starch is used by plants for their metabolic process, and later it is converting to sucrose. Because sucrose can be transported through phloem cells and can be stored in different parts of plant body. That is why the need for converting glucose to sucrose. ഗ്ലൂക്കോസ് തന്മാത്രകൾ ജലത്തിൽ വളരെ എളുപ്പത്തിൽ ലയിക്കുമെന്നതിനാൽ അവ സസ്യശരീരത്തിൽ സംഭരിക്കുവാൻ സാധിക്കുന്നതല്ല. അതിനാൽ അവയെ അലേയ രൂപമായ അന്നജമായിട്ട് മാറ്റുന്നു. ഈ അന്നജം സസ്യങ്ങൾ അവരുടെ ജീവൽ പ്രവർത്തനങ്ങൾക്കായും ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ ഈ അന്നജ രൂപത്തിലുള്ള ഗ്ലൂക്കോസിനെ ഫ്ലോയം സെൽസിലൂടെ മറ്റു ഭാഗങ്ങളിലേക്ക് മാറ്റുവാൻ സാധിക്കുകയില്ല. അതിനാൽ അന്നജത്തെ പിന്നീട് സൂക്രോസ് രൂപത്തിലാക്കി മാറ്റുകയും അവ പിന്നീട് ഫ്ലോയം കലകളിലൂടെ സസ്യങ്ങളുടെ വിവിധ ശരീരഭാഗങ്ങളിലെത്തിച്ച് അവിടെ ശേഖരിക്കുകയും ചെയ്യുന്നു. What are the different methods by which plants utilize starch? സസ്യങ്ങൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അന്നജത്തെ ഉപയോഗപ്പെടുത്തുന്നത്? അവരുടെ ജീവൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായിട്ടും അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് സസ്യങ്ങൾ അന്നജം ഉപയോഗിക്കുന്നത്. How plants store food in different parts of the plant? ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം സസ്യങ്ങൾ എങ്ങനെയാണ് അവരുടെ വിവിധ ശരീരഭാഗങ്ങളിൽ എത്തിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. സസ്യങ്ങൾ ആഹാരം സംവഹനം നടത്തുന്നത് ഏത് കലകളിലൂടെയാണ്? സൈലത്തിലൂടെയാണോ ഫ്ലോയത്തിലൂടെയാണോ? ഫ്ലോയം കലകളിലൂടെയാണല്ലേ. അതുകൊണ്ട് ഫ്ലോയം കലകളിലൂടെ ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം സൂക്രോസ് രൂപത്തിലേക്ക് മാറ്റി അവ ഫ്ലോയം കലകളിലൂടെ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ എത്തുകയും അവിടെ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. How various types of nutrients required for animals are obtained from plants? സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതിയിൽ സംഭരിക്കപ്പെടുന്ന ആഹാരം ജന്തുക്കൾ ഉപയോഗപ്പെടുത്തുന്നു.
അങ്ങനെ ജന്തുക്കൾക്ക് അവയുടെ പോഷക ലഭ്യത ഉറപ്പാക്കാൻ സാധിക്കുന്നു. Here we can see another important term, chemosynthesis. Do you know that what is chemosynthesis? No? Okay. Let's study what is chemosynthesis. All producers on earth do not depend on sunlight for photosynthesis. For example, sulfur bacteria, they live on land and in water, or do not depend on light for photosynthesis process. They produce energy by breaking down chemical compounds. This process is called chemosynthesis. എന്താണ് കീമോസിന്തസിസ്? ഭൂമിയിലെ ഉൽപാദകരാണ് സസ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയ്ക്കായിട്ട് സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്നു. എന്നാൽ സൾഫർ ബാക്ടീരിയ പോലുള്ള ചില ജീവികൾ അവ സൂര്യപ്രകാശത്തെ പ്രകാശ സംശ്ലേഷണം നടത്താനുള്ള ഊർജത്തിനായിട്ട് ആശ്രയിക്കുന്നില്ല. പകരം അവർ ചില രാസവസ്തുക്കളെ വിഘടിച്ചുകൊണ്ട് ഉണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ ആഹാരം നിർമ്മിക്കുന്നത്. രാസവസ്തുക്കളെ വിഘടിച്ചുകൊണ്ടുണ്ടാകുന്ന ഊർജം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഹാരം നിർമ്മിക്കുന്നവ ജീവികളാണ് സൾഫർ ബാക്ടീരിയ പോലുള്ള ചില ജീവികൾ. അവയുടെ ഈ പ്രക്രിയയെ കീമോസിന്തസിസ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സ് ആഹാരം നിർമ്മിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഓക്സിജനെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളിക്കൊണ്ട് നമ്മുടെ ജീവമണ്ഡലത്തെ സംരക്ഷിച്ചു നിർത്തുന്നുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി പ്ലാന്റ്സിന് ആഹാരം നിർമ്മിക്കലും ഓക്സിജനെ പുറന്തള്ളലും മാത്രമാണോ അവരുടെ ജോലി? They also produce some valuable products from their body. So, here you can see some images of plants of economic importance. സാമ്പത്തിക പ്രാധാന്യമുള്ള ചില സസ്യങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആദ്യത്തെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള കാപ്പി, റബ്ബർ, കുരുമുളക്, കൊക്കോ തുടങ്ങിയവയെല്ലാം സാമ്പത്തിക പ്രാധാന്യമുള്ളവയാണ്. കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾക്കറിയാമോ? ഏതൊക്കെയാണവ? ജാതി, കമുക് തുടങ്ങിയവ പോലുള്ള സസ്യങ്ങളെ സാമ്പത്തിക പ്രാധാന്യമുള്ള സസ്യങ്ങളുടെ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. They produce many value-added products and the procedure and marketing of these products opening many job opportunities. മിക്ക സസ്യഭാഗങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സാമ്പത്തിക പ്രാധാന്യം ഉള്ളവയാണ്. അവയിൽ നിന്ന് വിവിധ തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഇത്തരം വിഭവങ്ങളുടെ സംസ്കരണവും വിപണനവും വിപുലമായ തൊഴിൽ സാധ്യതകൾ തുറന്നുതരും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പാഠഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? തുടർന്നുള്ള പാഠഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.